നമുക്ക് മനുഷ്യർക്ക് പരിചിതമായ സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലല്ലേ നമുക്കൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതിങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കുന്നത്. ഇത് മനുഷ്യർ കേട്ട് കേൾവിയുള്ള ഒരു കാര്യം വല്ലതുമാണോ ഇത്? നമുക്ക് ഇപ്പോൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 8 മാസത്തോളമായിട്ട് ആ കുട്ടിയെ അവർ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. അയാളെ വിളിച്ചു വരുത്തുന്നു, തുണി ഉരിഞ്ഞു നിർത്തുന്നു, തൂണിൽ കെട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയുന്നു. ഇത് കാലങ്ങളായിട്ട് ആ ക്യാമ്പസിനകത്ത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ. ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യർക്ക് പോലും ധൈര്യമില്ല. അപ്പോൾ ക്യാമ്പസിൻ്റെ അകത്ത് ഇതാണ്, ഹോസ്റ്റലിൻ്റെ അകത്ത് മറ്റൊരു അന്തരീക്ഷമാണ്. അവിടെ ചിലർക്ക് പ്രവേശനം ഉണ്ട് എന്ന് പറയുന്നു, ചിലർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് മനസ്സിലാകുന്നില്ല. എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ് ഫസ്റ്റ് ഇയറിലുള്ളവർക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നത്? പിന്നെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഇത്രയധികം കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ് അവിടെ നടക്കുന്നത്? ഇത് അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യർക്ക് എന്തെങ്കിലും ബന്ധമുള്ളൊരു സ്ഥലമാണെങ്കിലല്ലേ നമുക്കിതിനകത്ത് എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് SFIയുടെ ഒരു സാമ്രാജ്യം പോലെ, അവരുടെ ഒരു പൊന്നാപുരം കോട്ട പോലെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന കുറേ മൃഗങ്ങളാണ് അതിനകത്ത്. നമ്മൾ ഈ പണ്ട് ബാലരമയിലൊക്കെ കാണുമായിരുന്നല്ലോ, മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകിലൊരു കാർട്ടൂൺ ഉണ്ടാകുമായിരുന്നു. ശരിക്കും മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ SFIയുടെ കുത്തകാവകാശമുള്ള ഇത്തരം ക്യാമ്പസുകളുടെ ഇടിമുറികളിൽ, ഹോസ്റ്റലുകളിൽ ഇപ്പോൾ കുറേയൊക്കെ ആയിട്ട് ഏതാണ്ട് 2 ടേം ഭരിച്ചു വരുമ്പോൾ കേരളത്തിൽ പൊതുവിൽ ഒക്കെ നമ്മൾ കണ്ടുവരികയാണ് മൃഗാധിപത്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഒരു കൂട്ടം മൃഗങ്ങൾ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജയപ്രകാശ് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 7-8 പ്രതികൾ ഒരു പർട്ടിക്കുലർ കേസിലുണ്ട് എന്ന് വിചാരിക്കും. ഈ കേസ് എന്നല്ല, ഏത് കേസോ ആയിക്കൊണ്ടോട്ടെ, 7-8 പ്രതികളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 1-2 പേര് പുറത്ത് നിൽക്കുകയാണ്, 5-6 പേര് മാത്രമാണ് അകത്തുള്ളത്. ഈ ആർക്കെങ്കിലും ഒരാൾക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി, അതുകൊണ്ട് മറ്റെല്ലാവർക്കും ജാമ്യം കൊടുക്കാം എന്നുള്ള തലത്തിൽ ജാമ്യം കിട്ടുന്ന ക്രിമിനൽ കേസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്ക് കിട്ടാൻ എളുപ്പമാണെന്നുള്ള നിലയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതായത് വളരെ സ്ലോലി ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുമല്ലോ നമ്മൾ. വെള്ളത്തിന് ആഴം ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? ആദ്യം പതുക്കെ കാല് വെച്ച് കുഴപ്പമില്ല, രണ്ടാമത്തെ കാല് വെച്ച്, അതുപോലൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേസിനകത്ത് ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു. അയ്യോ അവർക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, അവർ ഒരു ദിവസം വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് പതുക്കെ 1-2 പേര് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ കുത്തിക്കയറ്റുന്നു. ആരും ഈ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷനും തിരക്കും ബഹളവും ഒക്കെ ആണല്ലോ, മൊത്തം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ. ഈ സമയത്തൂടെ 1-2 പേരുടെ സസ്പെൻഷൻ. അപ്പോൾ അടുത്ത ആഴ്ച എത്തുമ്പോഴേക്ക് എന്താണ്, ഒരു പ്രസിഡൻസ് ആയില്ലേ? അതായത് 2 സീനിയേഴ്സിൻ്റെ നേരത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ. അപ്പോൾ പിന്നെ ഇനി ഒരു 5 പേരുടെയും കൂടെ പിൻവലിക്കാം, കുഴപ്പമൊന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ അടുത്ത ആഴ്ച ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സ് 2 മാസത്തോടുകൂടി കഴിയുന്നതോടുകൂടി ഇതിനകത്തുള്ള മൊത്തം പ്രതികളെയും വെറുതെ വിട്ട് ഇതിൻ്റെ അകത്ത് പരിപൂർണമായിട്ട് SFIക്കാരെ മുഴുവൻ കുറ്റവിമുക്തരാക്കി. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ കക്ഷികളും എല്ലാം കൂടി ചേർന്ന് നിഷ്കളങ്കരും ഇപ്പോഴും മുലപ്പാല് മാത്രം കുടിക്കുന്നവരുമായ SFIക്കാരെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് വേട്ടയാടി അതാണെന്ന് പറഞ്ഞ് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അവർ ഈ കേസിനകത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ശ്രീ ജയപ്രകാശ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആ മനുഷ്യൻ്റെ പോരാട്ട വീര്യം, ആ മകനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അദ്ദേഹം മുമ്പോട്ട് ഇറങ്ങി വരുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം ഇപ്പോഴും ചർച്ചയിലേക്ക് കയറി വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നയങ്ങളും പല അടവുകളും നടക്കാതെ പോവുകയാണ് എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്നിപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്.